പത്തനംതിട്ടയിലെ ബലാത്സംഗ കേസിൽ 9 പേർ കൂടി അറസ്റ്റിലെന്നുള്ള വാർത്ത വരുന്നു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 14ആയി. മത്സ്യക്കച്ചവടം നടത്തുന്ന സഹോദരങ്ങളും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. 64 പേർ പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, പീഡിപ്പിച്ചവരുടെയൊക്കെ പേരടക്കം ഈ കുട്ടിയുടെ പക്കലുണ്ട് എന്നതാണ് കുട്ടി കൌൺസിലിംഗിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പത്തനംതിട്ട പീഡനക്കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ആരൊക്കെയാണ്? എന്തൊക്കെയാണ് പോലീസിന്റെ നീക്കങ്ങൾ? സുജയ, പത്തനംതിട്ട പീഡനക്കേസിൽ ഇപ്പോൾ 9 പ്രതികളുടെ കൂടി അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കൊക്കെ ശേഷം ഈ പ്രതികളെ ഇപ്പോൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ ആകെ എണ്ണം ഇപ്പോൾ 14 ആയിരിക്കുകയാണ്. ഇതിൽ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്ത 9 പ്രതികളിൽ 8 പേർ പ്രായപൂർത്തിയായവരാണ്. ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. ഇതിൽ ഒരാൾ ഈ പീഡനം നടക്കുമ്പോൾ അല്ലെങ്കിൽ പീഡനം നടത്തിയ ആ സമയത്ത് പ്രായപൂർത്തിയാകാത്ത ആളായിരുന്നു. ഏതായാലും ഈ കേസ് ഇപ്പോൾ വളരെ ഊർജിതമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഈ പ്രമാദമായിട്ടുള്ള ഈ കേസിലെ പ്രതികളെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ 5 പ്രതികളുടെ അറസ്റ്റാണ് പത്തനംതിട്ട പോലീസ് രേഖപ്പെടുത്തിയത്. ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളുമാണ്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് അവരെ കൊണ്ടുവരുന്നതല്ലേ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് തത്സമയം? അതെ, ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അവരെ പ്രതികളെ ജീപ്പിൽ കയറ്റി ഇപ്പോൾ പത്തനംതിട്ട കോടതിയിലേക്ക് ഹാജരാക്കുകയാണ്. ഇന്നലെ റാന്നി കോടതിയിലാണ് ഈ 5 പ്രതികളെ ഹാജരാക്കിയിരുന്നത്. അവിടെ ഹാജരാക്കിയ ശേഷം കോടതി റിമാൻഡ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അതായത് ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 2 കേസുകൾ, 2 പോക്സോ കേസുകൾ, അതിൽ ഒരു കേസിൽ 4 പ്രതികൾ, മറ്റൊരു കേസിൽ 1 പ്രതി, ഇങ്ങനെ 5 പ്രതികളെ ഇന്നലെ തന്നെ റിമാൻഡ് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ 9 പ്രതികളുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെ തന്നെ ഈ 9 പേരെയും പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പത്തനംതിട്ട പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ 9 പേരെയും രാവിലെ കസ്റ്റഡിയിലെടുത്തിരുന്നത്. അതിനുശേഷം ഇന്ന് മുഴുവൻ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ മൊഴി പ്രകാരം ആകെ 64 പേർ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. 14 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. 64 പേരുടെ വിവരമാണ് പെൺകുട്ടി കൌൺസിലിംഗിനിടെ വെളിപ്പെടുത്തിയത്.